അച്ഛാ, എന്റെ കേരളം എന്റെ അഭിമാനം. ഈ ടോപ്പിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാമോ? നീ എന്തൊക്കെ എഴുതി? 1956 നവംബർ 1 കേരളം രൂപം കൊണ്ടത്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതാണ് കേരളം. വിദ്യാഭ്യാസം, ടൂറിസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം മുൻപിലാണ്. ഇത്രേ ഉള്ളൂ? എടാ, പൊതുവികസന രംഗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ എത്രയെത്ര നല്ല കാര്യങ്ങളാണുള്ളത്. ഇത് കണ്ടോ, 1ാം സ്ഥാനം കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്കും കാണണമല്ലോ കേരളത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. മിക്ക സബ്ജക്റ്റുകളിലും കേരളം ഫസ്റ്റ് ആണല്ലോ. നല്ല കഷ്ടപ്പെട്ടാണ്. പിന്നല്ലാതെ നാട് നോക്കി നടത്തുന്നത് ചില്ലറ കാര്യമാണ്. ആരോഗ്യം, തൊഴിൽ, പാർപ്പിടം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കണ്ണു വേണ്ടേ? പാർപ്പിടം അതെന്താ? പാർപ്പിടം എന്ന് വെച്ചാൽ വീട്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടില്ലാത്ത 3.5 ലക്ഷത്തിലധികം ആളുകൾക്കാണ് നമ്മൾ വീട് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തീരദേശത്തുള്ളവരുടെ പുനരധിവാസത്തിനായുള്ള പുനർഗേഹം പദ്ധതിയിലൂടെ 5000-ഓളം വീടുകളാണ് കൊടുത്തത്. സ്ഥലത്തിന്റെ കാര്യമാണെങ്കിൽ ഭൂമിയില്ലാത്ത 3 ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്തേക്കുന്നത് മാത്രമല്ല, സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പിന്നെ ഡിജിറ്റൽ ലാൻഡ് സർവേ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ എഴുതാല്ലേ? ഇത് മാത്രമല്ല, കുറേ ഉണ്ട്. മോൻ വാ, അമ്മ പറഞ്ഞു. എന്ത് പറ്റി ജോർജേ? പത്രം നോക്കിയിരുന്നത് 3ാമത്തെ ചായ. സോറി ബാലേട്ടാ, ഇന്ന് പത്രക്കെട്ട് വരാനേ അല്പം വൈകിപ്പോയി, അതാ പറ്റിപ്പോയെ. ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ആ, ഈ വരുമാനവും പെൻഷനൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു ഓടിപ്പോണു ബാലേട്ടാ. സാമൂഹ്യ സുരക്ഷാ പെൻഷനല്ലേ, ഒരു കണക്കിന് അത് നല്ലതാ. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമല്ലോ. എന്നാ ചെന്നതാ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്തെന്നാണോ മോന്റെ സംശയം? പറഞ്ഞുതരാട്ടോ. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന സുരക്ഷയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാർവത്രിക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ കേരളമാണ്. 6 വ്യത്യസ്ത തരത്തിലുള്ള പെൻഷൻ പദ്ധതികളിലൂടെ 62 ലക്ഷം പേർക്ക് മാസാമാസം 1600 രൂപ വീതമാണ് കേരളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. അയ്യോ, അപ്പൊ ഇതിനൊക്കെ കുറെ പൈസ ആവത്തില്ലേ? പിന്നെ അല്ലാതെ. വർത്താനം പറഞ്ഞു പോയി സമയം പോയി വരട്ടെ, ഞാൻ പോട്ടെ. 5-6 സ്ഥലത്തുള്ള പത്രടാണ്ട്. അതാരാ മുത്തശ്ശ പച്ച കോട്ടൊക്കെ ഇട്ടിട്ട് വരുന്നേ? അതല്ലേ നമ്മുടെ സേന. അജൈവ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് സഹായിക്കുന്ന ഹരിതകർമ്മസേന. 30,000-ലേറെ കുടുംബശ്രീ പ്രവർത്തകർക്കാണ് ഹരിതകർമ്മസേനയിലൂടെ വരുമാനം ലഭിക്കുന്നത്. 938 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 34,000-ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കേരളത്തെ ക്ലീനാക്കാൻ അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയൂ. മോനെ, ഈ പൈസ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വാ. മുത്തശ്ശ, അവർക്ക് എന്തിനാ പൈസ? അതാണ് ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ. നമ്മുടെ നാട് വൃത്തിയാക്കാൻ അവരിത്ര കഷ്ടപ്പെടുമ്പോൾ നമ്മളും അവർക്കൊപ്പം നിൽക്കേണ്ട മോനെ. മോനിപ്പോൾ കൊടുത്ത പൈസ ഇല്ലേ, അത് അവർക്ക് 2 നേരത്തെ ഭക്ഷണത്തിനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമല്ലേ? ഇത്രയും കുറഞ്ഞ പൈസ കൊണ്ട് 2 നേരത്തെ ഭക്ഷണം എങ്ങനെ കിട്ടും? വിശപ്പ് രഹിത കേരളം എന്നൊരു പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് കൈത്താങ്ങാവുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ കേരളത്തിൽ എല്ലായിടത്തും തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് നിറയെ ഭക്ഷണം കിട്ടും. കഴിഞ്ഞ വർഷം 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന 1095 ജനകീയ ഹോട്ടലുകളാണ് ഇവിടെ തുടങ്ങിയത്. ഒരു ദിവസം 1.5 ലക്ഷം ആളുകൾക്ക് അവിടെ നിന്ന് ഭക്ഷണം നൽകുന്നത്. ഇതുവരെ 3 കോടി ഭക്ഷണമാണ് അവിടെ നിന്ന് വിതരണം ചെയ്തിട്ടുള്ളത്. ആ ബാബുവേ, 2 ദിവസമായി. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താ കിതയ്ക്കുന്നത്? മോർണിംഗ് വാക്ക് കഴിച്ചു വന്നാ. ഹെൽത്തി സ്ഥലത്തുനിന്നാണല്ലോ. ഓ ഓ ഓ, ഞാനും എൻ്റെ ഓട്ടം കഴിഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലേ പിന്നെ ഹെൽത്ത് സർവീസുകാരൊക്കെ വീട്ടിൽ വരുന്നുണ്ടേ നമ്മുടെ ഹെൽത്തൊക്കെ പെർഫെക്റ്റ് ഓക്കെ. അത് പിന്നെ അങ്ങനല്ലേ. ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന കേരളം പോലെ വേറെ സംസ്ഥാനം ഉണ്ടോ? എൻ്റെ ആരോഗ്യ സൂചികയിലേ തുടർച്ചയായിട്ട് 4 പ്രാവശ്യമാണ് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയത്. രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത്ഗിരി അവാർഡ്, 2022 ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ അവാർഡ്, മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം,
അങ്ങനെ എത്ര അംഗീകാരങ്ങൾ. പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 5 വർഷം ചെലവിട്ടത് 50,000 കോടിയിലേറെ രൂപയാണ്. ആരോഗ്യം മാത്രം. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ റോഡ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നല്ലാണ്ട് സൂപ്പർ റോഡല്ലേ, സടയെന്ന് വീട്ടിലെത്താം. ദേശീയപാത വികസനത്തിനുള്ള സ്ഥലമെടുപ്പിന് 50,000 കോടിയോളം അനുവദിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് 60,352 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ റെക്കോർഡ് വേഗത്തിലല്ലേ 10 ലക്ഷം യാത്രക്കാരെന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലും നിരവധി അംഗീകാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിന്റെ 2023 പട്ടികയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിലൊന്നായി കേരളം മാറിയത് ആ അംഗീകാരങ്ങളിൽ ഒന്ന് മാത്രമാണ്. വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം എന്ന സ്വപ്നവും നമ്മളിപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയല്ലേ. ആ, റോഡ് മാത്രമോ? ഇന്നലെ കൊച്ചി പോയപ്പോൾ അല്ലേ കൊച്ചി പഴയ കൊച്ചിയിലെന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് അവിടെ എന്താ കുറവ്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോർക്കയില്ലേ? പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവകാശങ്ങൾ സംരക്ഷിക്കാനും നോർക്ക ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രവാസി മലയാളികൾക്ക് ഒന്നും അറിയണ്ട. ഈ നാട്ടിലെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നാലേ എന്റെ ലീവ് മൊത്തം അങ്ങ് തീരും. ശരി, കാണാം. നീ വൈകുന്നേരം ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്. ഓക്കെ ശരി. ഗോകുലെ ചായ എടുക്കട്ടെ? ആ വേണ്ട ആന്റി, ഞാനിപ്പോ കഴിച്ചോളൂ. സർക്കാർ ജോലി കിട്ടുന്നതിന് ഇവനെ മാത്രം ചെലവ് ചെയ്താൽ പോരാ, ഞങ്ങൾക്കും ചെലവ് ചെയ്യണം. അതൊക്കെ സെറ്റ് ആക്കാന്നേ നമുക്ക്. പിന്നെ ഇവന്റെ എക്സാമിന് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് ആന്റി. പിന്നെ ഉണ്ണിക്കുട്ടാ, ഞങ്ങളെ പോലെ നന്നായി പഠിക്കണം കേട്ടോ. എങ്കിലേ നിനക്കും എന്നെ പോലെ ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ കഴിയും. അതെങ്ങനാ? കുറച്ചു നേരം പഠിക്കും, പിന്നെ ഈ ടോയ്ക്കാരന്റെ മേല. ആന്റി, അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അവൻ അത് തന്നെ ചെയ്യട്ടെ. കേരള നോളജ് ഇക്കോണമി മിഷനും അവരുടെ നൈപുണ്യ പ്രോഗ്രാമുകളും ഉണ്ടല്ലോ. ഇതുകൊണ്ട് ഞങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിലുകൾ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ? അതായത് ആന്റി, ഇതുവരെ 51,000-ൽ-അധികം പേർക്കാണ് DWMS വഴി പ്ലേസ്മെന്റുകൾ ലഭിച്ചിട്ടുള്ളത്. 400-ലധികം നൈപുണ്യ പ്രോഗ്രാമുകൾ ഇവർ ഓഫർ ചെയ്യാറുണ്ട്. കൂടാതെ 4,300-ൽ-അധികം തൊഴിലുടമകളും 60ഓളം നൈപുണ്യ പങ്കാളികളും ഉണ്ടെന്നേ. PSCയുടെ കാര്യമാണെങ്കിൽ 2,03,000 നിയമന ശുപാർശകളല്ലേ ഇതുവരെ ചെയ്തത്. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന 2,00,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചും കഴിഞ്ഞു. നമ്മുടെ തൊഴിൽ മേഖലയും വ്യവസായ മേഖലയും പിന്നെ പണ്ടേ മികച്ചതാണല്ലോ. ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിന്റെ അംഗീകാരമല്ലേ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയത്. പിന്നെ ലോകത്തിലെ മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി കേരള സ്റ്റാർട്ടപ്പ് മിഷനെ UBI ഗ്ലോബൽ തെരഞ്ഞെടുത്തതും ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ 1ാം സ്ഥാനത്ത് വന്നതും. അങ്ങനെ എത്ര നേട്ടങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ ബിസിനസ് മേഖലയിൽ വല്ലതും നോക്കണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1.5 ലക്ഷത്തോളം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളല്ലേ കേരളത്തിൽ തുടങ്ങിയത്. 8,400 കോടിയുടെ നിക്ഷേപം. അതുകൊണ്ട് നമുക്ക് കിട്ടിയതോ 3 ലക്ഷം തൊഴിലവസരങ്ങളും. കെഫോണിന്റെ ഫ്രീ ഇന്റർനെറ്റും വാതിൽപ്പടി സേവനങ്ങളും ഉള്ളതുകൊണ്ട് നിന്റെ ചേട്ടന്മാർ ഇപ്പൊ സ്മാർട്ടാ. അവരുടെ കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അവർക്കറിയാം. ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിനായി സൗജന്യമായും മിതമായ നിരക്കിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി തുടക്കം കുറിച്ച പദ്ധതിയാണ് കെഫോൺ. കൂടാതെ ഓൺലൈൻ വാതിൽപ്പടി സേവനങ്ങൾക്കായി 303 ഗ്രാമപഞ്ചായത്തുകൾ ഇന്റഗ്രേറ്റ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി സേവനങ്ങളും നൽകുന്നു. ഒപ്പം ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് നേടിയത് ഈ മേഖലയ്ക്ക് തിളക്കം കൂടിയ ഒന്നാണ്. എന്നാൽ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ആ, രണ്ടാളും കൂടി എങ്ങോട്ടാ? നിനക്കൊന്ന് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ല? ഇല്ല അച്ഛാ, ഞാൻ 2 ദിവസം ലീവ് എടുത്ത്. ഞങ്ങൾക്കിന്നൊരു ട്രെയിനിങ് പരിപാടിയുണ്ട്, യുവാക്കളുടെ കർമ്മസേനയ്ക്കുള്ള ട്രെയിനിങ് പരിപാടി. ഈ പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് നടക്കുന്ന നിങ്ങളെന്തിനാ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നത്? അങ്ങനെയല്ല അച്ഛാ, ഈ പ്രളയവും കൊടുങ്കാറ്റും അതുപോലത്തെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ദുരന്തവും നേരിടുന്ന ഒരു സന്നദ്ധ സേനയാണിത്. അപ്പോൾ നമ്മളാലാവുന്നത് നമ്മളെ നാടിന് വേണ്ടി നല്ലത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ കടമയല്ലേ. നമ്മുടെ പിള്ളേരൊക്കെ ആകെ മാറിപ്പോയില്ലേ? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാന്? അല്ല, അവരവരുടെ കാര്യം മാത്രം നോക്കാതെ നമ്മുടെ നാടിനോടുള്ള കടമയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയായി മാറിയവർ. അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിനാണ്. സർക്കാർ സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 3,000 കോടി രൂപയല്ലേ അനുവദിച്ചത്. അതുകൊണ്ടല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളുമെല്ലാം ഇപ്പോ സർക്കാർ സ്കൂളുകളിൽ ലഭിക്കുന്നത്. പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1ാമതാവാൻ കേരളത്തിന് സാധിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല നമ്മുടെ
വിദ്യാഭ്യാസ മേഖല കുതിക്കുമല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർന്നില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. അങ്ങനെ നേട്ടങ്ങൾ അനവധിയാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ എന്നും തലയെടുപ്പോടെ നിൽക്കുന്ന എൻ്റെ നാട് എനിക്ക് അഭിമാനം തന്നെയാണ്. അതെ, എൻ്റെ കേരളം എൻ്റെ അഭിമാനം.